നമ്മുടെ ആക്ടിവിറ്റി വന്നിട്ട് ഐ ഹാൻഡ് കോർഡിനേഷൻ ആക്ടിവിറ്റിയാണ്. അതിന് വേണ്ടിയിട്ട് കാർട്ടൂണിൽ കുറച്ച് ബണ്ണീസ് ഉണ്ടാക്കിയിട്ട് പിള്ളേരുടെ മുന്നിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ അതിൽ കോർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചിപ്സും കൂടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പിള്ളേർ അത് ഓരോന്നായിട്ട് അതിലിങ്ങനെ കോർത്തെടുക്കലാണ്. ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ പിള്ളേർക്ക് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഐ ഹാൻഡ് കോർഡിനേഷൻ ആക്ടിവിറ്റി. ഇതിന്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പെൻസിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് കഴിയാന്നുള്ളതാണ് കേട്ടോ. വേറെയും ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോ ഇന്റർനെറ്റിൽ. നമ്മുടെ ക്ലാസ്സിൽ പല പിള്ളേർക്കും ഡ്രോയിങ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും കളർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒന്നും അവർക്ക് എങ്ങനെയാണ് പെൻസിൽ ഹോൾഡ് ചെയ്യാന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, എവറി വീക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 or 4 ആക്ടിവിറ്റീസ് ഐ ഹാൻഡ് കോർഡിനേഷൻ ചെയ്യാറുണ്ട്. ഐ ഹാൻഡ് കോർഡിനേഷൻ ആക്ടിവിറ്റീസ് നമുക്ക് ഒത്തിരി അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് കാറ്റഗറിയിലാണ് ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്തതെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിന്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.